ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യൻ ഫോഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആർമിയിലെ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നതിനെ കുറിച്ചാണ്. എല്ലാവരും ആർമി റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നതിൻ്റെ അന്ന് അഡ്മിറ്റ് കാർഡുമായിട്ട് പോകണം. അപ്പോൾ രാവിലെ 5 മണിക്ക് റിപ്പോർട്ടിംഗ് എന്ന് പറയും. നമ്മളൊരു 3 മണിയാകുമ്പോഴേ അവിടെ ചെന്ന് നിൽക്കണം. അപ്പം തന്നെ ഒരു 1000-2000 പേര് അവിടെ കാണും റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി വരുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അവിടെ കുറേ നേരം നമുക്കൊരു ബ്രീഫിങ് തരും. ബ്രീഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളെ പ്രോസസ്സ് ഇങ്ങനെയാണ്, എല്ലാവരും ഓടണം നല്ല സ്പീഡിൽ. അത് കഴിഞ്ഞിട്ട് ഓട്ടം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം വീണ്ടും ട്രൈ ചെയ്യണം എന്നൊക്കെ പറയും. അതൊരു ഓഫീസറായിരിക്കും എന്ന് പറയണത്. നമ്മളെ ഫോട്ടോയൊക്കെ എടുക്കും, നമ്മൾ അഡ്മിറ്റ് കാർഡ് മടക്കി ഒരു ID ടാഗ് തരും, അതിനകത്തിട്ട് നമ്മളടുത്ത് ഓടാൻ പറയും. അപ്പോൾ ഓഫീസർ നമ്മളടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കും. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് 5 മിനിറ്റ് 40 സെക്കൻഡ്, ഇതാണ് നമ്മുടെ ലൈഫിലെ ടൈം. ഈ ടൈമിൽ നമ്മൾ ഓടിക്കയറണം. അപ്പം ഓട്ടം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കരുത്. നമ്മളെ ചിലപ്പം ബാക്കിൽ നിന്നും ഫ്രണ്ടിൽ നിന്നൊക്കെ തള്ളും, അതൊന്നും നമ്മൾ നോക്കാൻ പാടില്ല. വീഴും ചിലപ്പം. ഓടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതമാണെന്ന് എഴുതി നമ്മൾ ഓടുക. 5 മിനിറ്റ് 30 സെക്കൻഡിനകത്ത് ഓടിയെത്തണം ഒരു ഗ്രൂപ്പ് 1. 5:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 തൊട്ട് 45 സെക്കൻഡ് വരെ നമുക്ക് ടൈമുണ്ട്. അത് ഗ്രൂപ്പ് 2 ആണ്. അപ്പം നമ്മൾ ഗ്രൂപ്പ് 1-നകത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 60 മാർക്ക് കിട്ടും. ഇനി നമ്മൾ ഗ്രൂപ്പ് 2-ലാണെങ്കിൽ 48 മാർക്കാണ്. അപ്പം നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്ത് തന്നെ ഓടുക. പിന്നെ ഒരു ചാൻസ് നമുക്ക് കിട്ടില്ല, അപ്പോൾ അത് ഓർത്ത് തന്നെ ഓടുക. ഓടി നമ്മൾ ഫിനിഷിംഗ് ലൈൻ എത്തണ വരെ എത്ര സ്പീഡ് നമുക്ക് ഓടുക്കാൻ പറ്റും അത്രയും സ്പീഡിൽ നമ്മൾ ഓടുക. പിന്നെ നമുക്ക് ഒരു സെക്കൻഡ് പോലും നമുക്ക് 45 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല. 5:45 കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടാണ്. അപ്പം തന്നെ നമ്മളെ പുറത്താക്കും. അപ്പം നമ്മൾ 5 മിനിറ്റും 45 സെക്കൻഡിനകത്ത് ഓടിയെത്തുക. അപ്പം മാക്സിമം എഫേർട്ട് യൂസ് ചെയ്യുക, ഓടിയെത്തുക. അതൊന്നാമത്തെ കാര്യം. പിന്നെ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഓടുമ്പം ബെയർ ഫൂട്ട് ഓടണമെന്നില്ല, ഷൂസ് ഇട്ടാണെങ്കിൽ ഓടുക. നല്ല പ്രാക്ടീസ് ടൈമിനനുസരിച്ച് ഇത് ചെയ്യണം. അപ്പം ആദ്യം ഗ്രൂപ്പ് 1-ലുള്ളവരെത്തും. അപ്പോൾ അവർ നമ്മളെ സെപ്പറേറ്റ് ആക്കും. ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞവരെ നമ്മളെ വിളിക്കും. 5:30 എത്തുന്നവരെല്ലാം ഗ്രൂപ്പ് 1 എന്ന് പറഞ്ഞ് വിളിക്കും. പിന്നെ ഗ്രൂപ്പ് 2 അത് സെപ്പറേറ്റ് ആണ്. ഗ്രൂപ്പ് 2 കഴിഞ്ഞ് അവർ ക്ലോസ് ചെയ്യും. അതാണ് നമ്മളിപ്പം കാണുന്നത്, ഗ്രൂപ്പ് 2 ക്ലോസ് ചെയ്ത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ വരുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ജീവിതമാണ് അവിടെ. അവരിങ്ങനെ കഴിയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാല് പിടിച്ച് പറഞ്ഞാലും അവർ നമ്മളെ കയറ്റില്ല. 5 മിനിറ്റ് 45 സെക്കൻഡ് ഞാൻ അനുഭവിച്ച ഒരാളാണ്, അപ്പോൾ എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയാം. അതാണ് ഞാൻ പറഞ്ഞത്. ജീവിതമാണ് 5 മിനിറ്റ് 30 സെക്കൻഡ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഓടുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫിസിക്കൽ റണ്ണിങ് പാസ്സായവരെ 2 ഇതാക്കും. ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 അവരെ ചെസ്റ്റിൽ ഇങ്ങനെ മാർക്കിങ് കൊടുക്കും. ഗ്രൂപ്പ് 1-ലുള്ളവരാണെങ്കിൽ ഗ്രൂപ്പ് 1 എന്ന് എഴുതി വിടും, ഗ്രൂപ്പ് 2 എന്ന് എഴുതി വിടും. ഈ മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ്. 60 മാർക്കുള്ളവർക്കാണ് ഗ്രൂപ്പ് 1 എന്ന് പറയണത്. വീണ്ടും ഞാൻ പറയുന്നു, 60 മാർക്ക് എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് 1. അത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞാൽ 48 മാർക്കാണ്. അപ്പോൾ ഇത് നമ്മളെ റിട്ടേൺ എക്സാം കഴിയുമ്പോൾ ഇത് നമുക്ക് റിസൾട്ടിന് യൂസ്ഫുള്ളാണ് ഈ മാർക്ക് എന്ന് പറയുന്നത്. പിന്നെ റിലേഷനൊക്കെ ഉള്ളവർക്ക് അല്ലാത്ത മാർക്ക് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ബയോമെട്രിക്സ് എടുക്കും, ഫിസിക്കൽ പാസ്സായവർ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസർ വന്നിട്ട് ഫെയിലായവരടുത്ത് പറയും, നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വേറെ എന്താണ്, നിങ്ങൾ ആധാർ ബയോമെട്രിക്സ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അത് കഴിഞ്ഞാൽ നിങ്ങളെ പുള്ളപ്പ് എടുപ്പിക്കാൻ വിളിക്കും. 10 പുള്ളപ്പാണുള്ളത്, 10 അല്ല 40 മാർക്ക് കിട്ടും. ഇനി 6 പുള്ളപ്പാണ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം മാർക്ക് ക്വാളിഫൈ ആവാൻ മിനിമം 6ആണ്. അതെടുത്ത് കഴിഞ്ഞാൽ 16. പിന്നെ അങ്ങനെ ഇതായിട്ട് വരും റെസ്പെക്റ്റീവ്ലി. എന്ന് പറഞ്ഞാൽ 7 എണ്ണത്തിന് 21 മാർക്ക്, 9 എണ്ണത്തിന് 33 മാർക്ക്, അങ്ങനെ എടുക്കണം. 10 എണ്ണം മാക്സിമം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. നമുക്ക് വെയിറ്റേജ് അത്രയും കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ 16 മാർക്കേ കിട്ടുള്ളൂ 6 എണ്ണം എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡിച്ചുണ്ട്. അത് ഒരു 9 ഫീറ്റിൻ്റെ ഡിച്ചാണ്. അത് നിങ്ങൾ ക്വാളിഫൈ ചെയ്താൽ മാത്രമേ, അതിന് മാർക്കൊന്നുമില്ല. അതുപോലെ തന്നെ 6 ആക്ക്. ഇത്രയാണ് നിങ്ങളെ ബോഡി ഫുൾ ക്ലീനാക്കി നമ്മളടുത്ത് പിറ്റേ ദിവസം മെഡിക്കലിന് വരാൻ പറയും. ഇത്രയാണ് നിങ്ങളെ ഫസ്റ്റ് ഡേ ഉള്ള പ്രോസസ്സ്. അപ്പം എല്ലാവർക്കും വീഡിയോ മനസ്സിലാകാൻ തന്നെ ഫസ്റ്റ് ടൈം പോകുന്നവർക്കൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ അവർക്ക് യൂസ്ഡ് ആവും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ഫസ്റ്റ് ടൈം പോകുന്നവർക്കും ഇതിനു മുമ്പ് പോയവർക്കും യൂസ്ഫുള്ളാവും. ഒരിക്കൽ പോയവർക്ക് ഇത് മനസ്സിലാവും, കാണുമ്പം നമ്മളെ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള അടുത്ത വീഡിയോസ് കാണാൻ വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെന്താ പറയുക, എല്ലാവരും നല്ല അറ്റംപ്റ്റ് നടത്തി ഫോഴ്സിൽ കയറാൻ നോക്കുക.
അപ്പോൾ എല്ലാവർക്കും ബൈ, ജയ് ഹിന്ദ്.